പാലക്കാട് കഞ്ചിക്കോട് വരുന്നത് വെറും ബ്രുവറിയല്ല, വമ്പൻ മദ്യനിർമ്മാണശാല. ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രാൻഡി യൂണിറ്റ്, സ്പിരിറ്റ് യൂണിറ്റ്, ബ്രുവറി അടക്കമുള്ള സംയോജിത മദ്യനിർമ്മാണശാലയെന്ന് സർക്കാർ ഉത്തരവ്. വാട്ടർ അതോറിറ്റിയാണ് ജലം നൽകുന്നത് എന്നും ഇതിന് കരാറായി എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഗുണകരമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വിശദീകരണം പോലെയാണ് സർക്കാർ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിൽ നിന്ന് ലഭിച്ചു. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഇപ്പോൾ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത് 4 ഘട്ടമായി പദ്ധതി നടപ്പാക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് ഗുണകരമാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. മറ്റു പ്രതികരണങ്ങൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇന്ന് ഇത്തരത്തിലൊരു വിശദീകരണ കുറിപ്പായി ഇതിറക്കാൻ എന്താണ് കാരണം? മറ്റു പല കാര്യങ്ങൾക്കും പ്രതിപക്ഷം ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും സർക്കാർ ഉത്തരം പറയുന്നുമില്ല ഇതിൽ. ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തു വരാൻ കാരണം പ്രതിപക്ഷം ആരോപണങ്ങൾ ഘടിപ്പിക്കുകയും ഒയാസിസ് എന്ന കമ്പനിയെ സംബന്ധിച്ചുള്ള കൂടുതൽ അതിനെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതിപക്ഷം പുറത്തുവിടുകയും ഒക്കെ ചെയ്തപ്പോൾ ആ ഉത്തരവിൻ്റെ പകർപ്പ് സർക്കാർ പുറത്തുവിട്ടതാകണം. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു വിശദീകരണ സ്വഭാവം വന്നത് എന്നുകൂടിയാണ്. മാത്രമല്ല, നേരത്തെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർഡർ കൈ കിട്ടിയത് മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓടിച്ചു വായിച്ചുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ വിശദമായി നോക്കുമ്പോഴാണ് ഇതിനകത്ത് രസകരമായൊരു സംഗതി കണ്ടത്. നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രതിപക്ഷം രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആരോപിക്കുമ്പോഴും ഈ കമ്പനിക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രയോഗം നടത്തിയത് ബ്രുവറി എന്നായിരുന്നു. പക്ഷേ ഈ ഓർഡർ വായിക്കുമ്പോൾ ഇതൊരു ചെറിയ ബ്രുവറി അല്ല, ഇതൊരു വിപുലമായ മദ്യനിർമ്മാണ സജ്ജീകരണമാണ് പാലക്കാട് കഞ്ചിക്കോട് ഒരുക്കുന്നതെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതിൽ ബോട്ട്ലിംഗ് യൂണിറ്റ് ഉണ്ട്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണമുണ്ട്, ബ്രാൻഡി വൈനറി നിർമ്മാണമുണ്ട്. ഇത് കൂടാതെയാണ് ബ്രുവറി. ഇത്രയും 4 സംവിധാനങ്ങൾ ചേരുന്ന സംയോജിത മദ്യനിർമ്മാണശാലയെന്നാണ് ഈ പദ്ധതിയെപ്പറ്റി ഈ ഉത്തരവിൽ വിശദമാക്കുന്നത്. അതിന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി എന്നോണമുള്ള വിശദീകരണങ്ങൾ ഓരോ പാരഗ്രാഫായിട്ട് വരുന്നത്. അതിൽ ഒന്ന് ഈ ജലചൂഷണം സംബന്ധിച്ചാണ്. ജലചൂഷണം പൂർണ്ണമായും ഒഴിവാക്കുന്ന പദ്ധതിയാണ് എന്ന് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് ജലം ലഭ്യമാകുന്നത് വാട്ടർ അതോറിറ്റിയാണ്. അതിനുവേണ്ടിയുള്ള അനുമതി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അനുമതിയും കരാറും ഒക്കെ നേടിക്കഴിഞ്ഞു. മാത്രമല്ല, റെയിൻ ഹാർവസ്റ്റിംഗ് വഴി മഴവെള്ള സംഭരണം ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ജലചൂഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാകും ഈ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം, ഈ കമ്പനി മറ്റ് സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുമ്പോൾ വലിയ തോതിൽ മാലിന്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു പരോക്ഷ മറുപടി കൂടി ഈ ഉത്തരവിലുണ്ട്. ഇത് 330 ദിവസം വർഷത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. എന്നാൽ പോലും സീറോ ഡിസ്ചാർജ് ആണ് ഈ കമ്പനിയുടെ പ്രത്യേകത. അതുകൊണ്ട് മാലിന്യ പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, കാർഷിക മേഖലയ്ക്കുള്ള ഉത്തേജനം ഈ സംസ്ഥാനത്തിന് ഇതുവഴി ലഭിക്കുമെന്നുള്ളതാണ്. അതിന് കാരണമായി ഉത്തരവിൽ പറയുന്നത് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, അതായത് സ്പിരിറ്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, അത് ഉപയോഗശൂന്യമായ ബ്രോക്കൺ റൈസ്, വെജിറ്റബിൾ വേസ്റ്റ്, ചോളം അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിൽ മരച്ചീനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഇത്തരം സാധനങ്ങളൊക്കെ കേരളത്തിൽ കാർഷിക മേഖല ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ് എന്നുള്ളതാണ്. അതിൽ ഞാനത് പറയുമ്പോൾ രസകരമായൊരു കാര്യം നേരത്തെ ഓർക്കുന്നത്, നേരത്തെ എനിക്ക് തോന്നുന്ന ബജറ്റിൻ്റെ സമയത്തോ മറ്റോ ആണ്, ബജറ്റിലാണ് ഈ മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് ഒരു പരാമർശം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ പോയി എങ്ങനെയാണ് മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നൊക്കെയുള്ള വിശദമായ അത് സംബന്ധിച്ച് പഠനം അവരാണ് നടത്തിയത്, അവരെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അത് സംബന്ധിച്ച് വാർത്ത നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ വിചാരിച്ചത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വഴിയായിരിക്കും ഈ സ്പിരിറ്റ് ഉൽപ്പാദനം എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഒയാസിസ് കമ്പനിക്കാണ് അതിൻ്റെ കരാർ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, സംസ്ഥാനത്തിന് ഈ കമ്പനി വഴി വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നുള്ള അവകാശവാദം കൂടി ഉത്തരവിൽ ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയാണ് എന്നും പറയുന്നു. ഇതിനൊപ്പം ഒരു ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം, കഞ്ചിക്കോട് വ്യവസായ കേന്ദ്രത്തോട് ചേർന്ന് ഈ കമ്പനിക്ക് 24 ഏക്കർ ഭൂമിയുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ആ ഭൂമിയിലാണോ ഈ കമ്പനി വരുന്നതെന്നോ അല്ലെങ്കിൽ ആ ഭൂമി കൊണ്ട് ഈ കമ്പനിക്ക് ഉള്ളത് കൊണ്ട് ഈ പദ്ധതിക്ക് എന്തെങ്കിലും അതുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വിശദീകരിക്കുന്നില്ലെങ്കിലും അത് പറഞ്ഞു പോവുകയാണ് ഈ ഉത്തരവിൽ. ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ കൂടി ഉണ്ടല്ലോ അനന്തൻ. അതുമായി ബന്ധപ്പെട്ട് പുതിയ വിശദീകരണമൊന്നും പുറത്തു വന്നില്ലെങ്കിലും ഇതൊരു കോളേജ് സ്ഥാപിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്പനി ഏറ്റെടുത്തതെന്ന് അടക്കമുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മദ്യനിർമ്മാണശാലയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയോ ആളുകൾ സ്ഥലം വിട്ടു കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അതിനെയൊക്കെ അതിജീവിക്കാനുണ്ടായിരുന്ന ഒരു തന്ത്രമായിരുന്നു അത്. അതെ, ഇപ്പോൾ അതിന്റെ വിശദീകരണം എന്നോണമാണ് 24 ഏക്കർ ഭൂമി ഈ കഞ്ചിക്കോട് വ്യവസായ പാർക്കിനോട് ചേർന്ന് ഈ കമ്പനിക്ക് ഉണ്ട് എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞു പോകുന്നത്. അത് സംബന്ധിച്ച് വേറെ വിശദീകരണമൊന്നുമില്ല. മറ്റൊരു വിശദീകരണം,
നൽകി എന്ന് വ്യാഖ്യാനിക്കാവുന്ന കാര്യം ഈ കമ്പനിയുടെ മേന്മ നേട്ടങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശദമായ പാരഗ്രാഫാണ്. അതിൽ ഈ കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ആനന്ദനിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ആ നാട്ടുകാരുടെ, എലപ്പുള്ളി പഞ്ചായത്തിലെ ഈ പദ്ധതി വരുന്ന പ്രദേശത്തെ നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് കേൾക്കാം. ആളുകളെല്ലാം തന്നെ ചെറിയ പഞ്ചായത്ത് മിനി കുടിവെള്ള പദ്ധതികളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കുടിവെള്ളം. ഇതെല്ലാം തന്നെ ഈ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇല്ലാതാകും. ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടും. പുള്ളി പഞ്ചായത്ത് തന്നെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചതാണ്, ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. ആ ഭാഗത്ത് ഇനി ഇതേപോലുള്ള കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജലസ്രോതസ് തന്നെ ഇല്ലാതാവും. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഇവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വെള്ളം മാത്രമേ ഈ വെള്ളം നോക്കി അറിയാം, പോകുന്നത് നോക്കി അറിയാം. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സെക്കൻഡ് ക്രോപ്പ് കൃഷി ചെയ്യുന്നത്. ഇതൊരു കാരണവശാലും വരാൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല. മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണം. സാധാരണക്കാരനായ വളരെ 1 ഏക്കർ, 1/2 ഏക്കർ, 10 സെന്റ്, 20 സെന്റ് കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നത്. അത് നെല്ലുവില തന്നെ കിട്ടാനും ബുദ്ധിമുട്ട് നടക്കുന്ന സമയങ്ങളിൽ ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത് മന്ത്രിസഭ തീരുമാനം പിൻവലിക്കണം. ഇതിന് മന്ത്രിസഭ പിന്മാറണം. ഒരു കാരണവശാലും ഈ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ചൂഷണം ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന് ശക്തമായിട്ട് എതിർക്കും. ഇനിയിപ്പോൾ എന്തൊക്കെ ആയാലും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ ആരും ഇത് യോജിക്കുന്നില്ല.